നിങ്ങൾ പറഞ്ഞ സെൻറ്റൻസുകളിൽ എന്നെ ആകർഷിച്ചൊരു കാര്യം, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇതിനകത്തേക്ക് വരാനെന്ന് പറയുന്നു. ഒപ്പം ഇരുന്ന് അമ്മ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, നാട്ടുകാരുടെ സന്തോഷമല്ല ഇവരുടെ സന്തോഷമാണ് നോക്കേണ്ടതെന്ന് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ മാരേജിലേക്ക് എത്തുമ്പോൾ ഇതിനകത്തൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആദ്യം ഉണ്ടായിരുന്നിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പോയിട്ട് സംസാരിക്കുന്നത്. ആ സംസാരത്തിന് എത്തുന്നതിന് മുമ്പ് ശരിക്കും പരസ്പരം മനസ്സിലായിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു മാരേജിലേക്ക് ഞങ്ങൾ പോകാനുള്ള സാധ്യത എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ്? ഒരിക്കലുമില്ല. ബിക്കോസ് എൻ്റെ സെറ്റിൽ പല ആൾക്കാരും വന്ന് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പലരും ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്, പലരും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും അല്ലായിരുന്നു. 3 ദിവസം ഞങ്ങൾ പരിചയപ്പെട്ട, അതായത് സെറ്റിൽ, പത്രമാറ്റ സെറ്റിൽ ആകെ 3 ദിവസമേ ഞങ്ങൾ ചേർന്ന് വർക്ക് ചെയ്തിട്ടുള്ളൂ. അതും ചേർന്നുള്ള സീക്വൻസ് ഇല്ല. അപ്പോൾ ഒരു മുറിയിൽ, അതായത് നല്ല ചൂടുള്ള സമയത്ത് ആ റൂമിൽ മാത്രമേ AC ഉള്ളൂ. അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവിടെ കണ്ടൊരു ആർട്ടിസ്റ്റ്. 3-ാമത്തെ ദിവസം പോകുമ്പോൾ എന്നെ വിളിച്ചു, ഏട്ടാന്ന് വിളിച്ചു. അപ്പോൾ എന്തുമ്മാ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള നോൺ വെർബലോ വെർബലോ വിഷ്വലോ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പിന്നെ ഉണ്ടായ കമ്മ്യൂണിക്കേഷൻ, ഷീ വാണ്ടഡ് സം ഹെൽപ്പ്, മെൻ്റൽ സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ ഹെൽപ്പ് വേണമായിരുന്നു. ഞാൻ പറഞ്ഞു അതിനെന്താ, മോളെ വിളിച്ചുകൊണ്ട് വന്നോളൂ, വെൻ യു ആർ കംഫർട്ടബിൾ ആ ദിവസം വന്നോളൂ എന്ന് പറഞ്ഞു. അതിന് 1-2 ദിവസം കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് ഷീ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് മൈ സിസ്റ്റർ, എൻ്റെ അനിയത്തിക്കുട്ടീൻ്റെ. അപ്പോൾ സൗമ്യയോട് സംസാരിച്ചതിൽ ഉണ്ടായ ഒരു ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യം അതായിരുന്നു ഞങ്ങളുടെ മാരേജ് പ്രപ്പോസൽ. ബിക്കോസ് അങ്ങോട്ട് ചോദിച്ചു, ഏട്ടൻ അനിയത്തിയായിട്ട് ഞാനുണ്ട്, ഭാര്യയുടെ സ്ഥാനത്തിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദിച്ചാൽ ഏട്ടനോട് ചോദിക്കണം. അപ്പോൾ എൻ്റെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ വീട്ടിൽ അമ്മയോട് ഒന്ന് പറഞ്ഞു, ജാതകം നോക്കിച്ചു, ജാതകം ചേർന്നു. അങ്ങനെ ഒരു അറേഞ്ച്ഡ് മാരേജ് ബൈ മൈ സിസ്റ്റർ. ഐ റെസ്പെക്ട് ദാറ്റ് ബിക്കോസ് എനിക്ക് ചേർന്നവളാണ് എന്ന് എൻ്റെ അനിയത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർന്നവളായിരിക്കും. ബിക്കോസ് എൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. എൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ, ടു ബി വെരി ഫ്രാങ്ക്, ലൈഫിനോട് താല്പര്യമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു ടൈം. എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഷൂട്ടുണ്ട്, വർക്കുണ്ട്, അതുകൊണ്ട് മാത്രം ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അങ്ങനെയുള്ളപ്പം ഞാൻ വേറൊന്നും ചിന്തിച്ചിട്ടില്ല, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ നിന്ന് ഞാൻ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്ന ആ മൊമെൻറ്റിൽ എൻ്റെ അനിയത്തിക്കുട്ടി പറയുന്നു, ഇങ്ങനൊരു ഇത് വേണം, ഐ നീഡ് എ റീസൺ ടു കം ബാക്ക് ഹോം. വീട്ടിലേക്ക് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അച്ഛനും അമ്മയും പ്രായമായി, 86 വയസ്സായി അച്ഛന്, അമ്മയ്ക്ക് 74 ആവുന്നു. സോ അവർ നേരത്തെ കിടന്നുറങ്ങും. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് 11 മണിക്ക് വീട്ടിൽ വരുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഞാൻ വീട്ടിൽ വരും? ഞാൻ വഴിയിൽ എവിടെയെങ്കിലും കിടന്നാൽ പോലും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ ഒറ്റപ്പെടലിൻ്റെ റീസൺ ടു കം ബാക്ക് ഹോം എനിക്ക് വലിയൊരു റീസണാണ്. 2 മക്കൾ, എൻ്റേതെന്ന് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പാവം കുട്ടി. അനിയത്തി പറഞ്ഞത് പ്രോബബ്ലി അതായിരിക്കണം. ആൻഡ് ഐ റിയലൈസ് ദാറ്റ്. ഇപ്പോൾ കല്യാണത്തിന് ശേഷം അമ്പലത്തിൻ്റെ അവിടെ നടയിൽ പോകുമ്പോൾ മക്കൾക്ക് ഗുരുവായൂർ കേശവൻ്റെ കൊമ്പ് കാണിച്ചു കൊടുക്കാനും, അല്ലെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുക്കാനും, ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, എന്തായാലും അവർ പറയില്ലല്ലോ, തുടങ്ങി ബോറടിപ്പിക്കാൻ പറയില്ല. ദേ ആർ ബൗണ്ട് ടു ലിസൺ. ഗതികേടിന് അപ്പനായി പോയി, മനസ്സിലായി. അപ്പോൾ അവർക്കിഷ്ടമാണ്. ഞാൻ ഒരിക്കലും അവരങ്ങനെ പറയില്ല. ബട്ട് എല്ലാത്തൊരാളോട് ഞാനിത് പറയുകയാണെങ്കിൽ തുടങ്ങി ഇവൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചാൽ അവൻ 10 കാര്യങ്ങൾ പറയും എന്നുള്ള ഇറിറ്റേഷൻ ഇല്ലാതെ ഞാൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ബ്യൂട്ടിഫുൾ റീസൺസ്. അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും, എന്ത് പ്രശ്നമോ നല്ലതോ ചീത്തയോ എന്തുമാവാം, ഒറ്റയ്ക്ക് മാത്രം ഡിസിഷൻ എടുത്ത് ശീലിച്ച ഒരാൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ തയ്യാറായി, അത് കാണിച്ച നല്ല മനസ്സ്, കുഞ്ഞുങ്ങളുടെ മനസ്സ്, ദാറ്റ്സ് അനദർ ബിഗ് ബ്യൂട്ടിഫുൾ റീസൺ. അതെ, എൻ്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കാൻ. എൻ്റെ മോൻ അച്ഛനും അമ്മയും സുന്ദര സുന്ദരി എന്നാണ് വിളിക്കുന്നത്. അത് അവനായിട്ട് തന്നെ ഇട്ടതാണ്, ഞങ്ങൾ ആരും പറഞ്ഞതല്ല. അപ്പോൾ എൻ്റെ മോൾ എൻ്റെ അടുത്ത് കഴിച്ചോപ്പാ എന്ന് ചോദിക്കുന്ന ആ ഒരു വോണ്ടിങ് ടു കം ബാക്ക് ഹോം ഇല്ലേ, ആ റീസണാണ് പ്രോബബ്ലി
അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് റീസൺ. മനസ്സിലായി. ഈ ക്രിസിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ദിവ്യയുടെ അടുത്ത് ചോദിക്കുന്നത്. ആക്ച്വലി ക്രിസ് വീട്ടിൽ കല്യാണം കഴിക്കില്ല, അപ്പം അച്ഛനും അമ്മയും ചോദിക്കുന്ന സമയത്ത് കല്യാണം വേണ്ട വേണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടാവണം, ഈ പറഞ്ഞ റീസൺസ് ഉണ്ട്. എങ്കിലും ദിവ്യ എന്തായിട്ടാണ് മനസ്സിലാക്കിയത്? ആദ്യം ഈ കല്യാണം പ്രപ്പോസൽ വരുമ്പോൾ ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും, പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഒരു പ്രപ്പോസൽ ദിവ്യയ്ക്ക് വെച്ചതെന്നാണ് മനസ്സിലാക്കിയെടുത്തത് ആദ്യഘട്ടത്തിൽ? അത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലേക്കൂടെ മുന്നോട്ട് പോയൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എവിടെയും എത്തിപ്പെടാത്തത് കൊണ്ട് ഇനി എത്തിപ്പെടൂല എന്ന് എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസക്കുറവ്. കാരണം ആൾക്കാർ പറയും, എല്ലാവരും എൻ്റെ ചെവിയിൽ ഓതിത്തരുന്ന ഇതാണ്, ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്, എനിക്ക് കൂടി വന്ന ഒരു വർഷം ഈ ഫീൽഡിൽ, അത്രേ ഉള്ളൂ, നിൻ്റെ പ്രായം ആയി കഴിഞ്ഞു. അങ്ങനെ എന്നെ മനസ്സിനകത്തേക്ക് കുറേ ഇത് തന്നു. ശരിയാ, ഇനി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്തേക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂല, ഇനി കുറച്ച് കാലം കഴിയുമ്പം ആരുടെങ്കിലും അമ്മ പ്രായമുള്ള ക്യാരക്ടർ ആരെങ്കിലും വിളിച്ചാൽ ചെയ്യാം. അപ്പോൾ ഇത്രയും നാൾ എനിക്ക് ഒന്നും നേടിയെടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ഒരു 23 സീരിയൽ, ഇത് 23ാമത്തെ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രിപ്പിൾ സീരിയൽ കൊണ്ട് 2 മക്കളെയും കൊണ്ട് ഒരു വാടക വീട്ടിൽ നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ അവരെ പട്ടിണി കൂടാണ്ട് നോക്കാൻ പറ്റും. ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്നു, വലിയൊരു വീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു, ഒരുപാട് ഗോൾഡ് ഉണ്ടാക്കിയ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതാർക്കും പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. അപ്പോൾ ഈ പുറമേയുള്ള ഒരു കാഴ്ചപ്പാട്, തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. എന്നോട് പലരും ചോദിച്ചാണ്, നീ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പോയതല്ലേ, ഇപ്പം നിനക്ക് ഡിവോഴ്സ് ആയിട്ട് ഇപ്പം എന്ത് കിട്ടി, നീ എന്ത് ഉണ്ടാക്കി, പക്ഷെ നീ എങ്ങനെ ജീവിച്ചു എന്ന് ഒരാളും ചോദിച്ചില്ല. മക്കളെയും കൊണ്ട് എങ്ങനെ ജീവിച്ചു എന്ന് ഒരാളും ചോദിച്ചില്ല. പക്ഷെ ചോദിച്ചില്ല കുറച്ച് പേര്, നീ മക്കളെ ഉപേക്ഷിക്കാണ്ട് മക്കളെ തന്നെ കൂടെ കൂട്ടിയിട്ട് ഇപ്പോഴും ജീവിക്കുന്നില്ലേ എന്ന് പറയുന്നു. കുറച്ച്, അതും അപൂർവം. അപ്പോൾ എനിക്ക് അറിയാം ഇത് ശരിയാ, എനിക്കൊന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഒരു 18ാമത്തെ വയസ്സിൽ ഞാനൊരു വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് ഞാൻ ഒളിച്ചോടി. ആ 14 കൊല്ലം ഞാൻ അനുഭവിച്ചത്, എനിക്കൊരു ഭർത്താവിൻ്റെ സ്നേഹം കരുതൽ ഒന്നും കിട്ടിയില്ല. 2 കുട്ടികളുണ്ടായി, ശരിയാ. അപ്പം ചോദിക്കും കുട്ടികളെങ്ങനെ ഉണ്ടായിരുന്നു, അടുത്ത ചോദ്യം അതാ, കുട്ടികളെങ്ങനെ, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, കുട്ടികളുണ്ടായതിനെ കൊണ്ട് മാത്രം അത് ഇനി വ്യക്തമായിട്ട് വരെ നീട്ടി പറയേണ്ട ആവശ്യമില്ല, അറിയാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സെക്സ് ദയവ് ചെയ്ത് മാറ്റി വെക്കുക. അതിലുപരി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും കിട്ടാണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ, അതാണ് ഒരുപാട്. അത് തികച്ചും ഒറ്റപ്പെടൽ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടുന്ന് ഞാൻ ഡിവോഴ്സ് ആവുന്ന സമയത്ത് അതെൻ്റെ ഒരു തീരുമാനമായിരുന്നു. 32ാമത്തെ വയസ്സിലെടുത്ത തീരുമാനം. അത്രയും ലേറ്റായി പോയി ഞാനത് എടുക്കാൻ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇളയ കുട്ടി ആവാൻ വെയിറ്റ് ചെയ്യണമായിരുന്നോ, എനിക്കൊരു കുട്ടി പോരായിരുന്നോ, ഇതെന്ത് ഇത്രയും ലേറ്റായി പോയേ, എനിക്കത് അന്നേ ചെയ്തുകൂടിയായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും എന്തുകൊണ്ടാണ് കൂടെ നിന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ 18ാമത്തെ വയസ്സിൽ പോയപ്പോൾ ഞാൻ ഒളിച്ചോടി പോയതാണ്, പണ്ടേ ഉള്ളതാണ്. ഈ ഒളിച്ചോടി പോയാൽ, സ്വന്തം ഇഷ്ടത്തിനും ഇറങ്ങിപ്പോയാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ നിൽക്കണം, പറഞ്ഞ കാര്യമില്ല. അത് അവരെ വേദനിപ്പിച്ചു പോയതും എല്ലാവരുടെ കണ്ണിലത് അങ്ങനെയാണ്. പക്ഷെ അവർ സപ്പോർട്ട് ചെയ്തില്ല അല്ല, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. എൻ്റെ കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ 32ാമത്തെ വയസ്സിലൊരു തീരുമാനം എടുത്തു, എനിക്ക് ഇനി പറ്റൂല. കാരണം മാക്സിമം ഒരു സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോഴും എൻ്റെ അടുത്ത് ലാസ്റ്റ് ചോദിച്ചോ ചോദ്യം, വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചോ ചോദ്യം, 14 കൊല്ലമായിട്ട് നിനക്കൊരു ജീവിതം തരാൻ വേണ്ടി പറ്റിയില്ല, നീ ആഗ്രഹിക്കുന്ന ലൈഫ് തരാൻ പറ്റിയിട്ടില്ല, ഒരു ചാൻസും കൂടി തരുമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ 14 കൊല്ലം വേണം, വേണ്ട. അപ്പോൾ എനിക്ക് ലാസ്റ്റ് അങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നു. പിന്നെ ഈ ഫീൽഡിനകത്ത് 18ാമത്തെ വയസ്സിൽ ഈ ഫീൽഡിനകത്ത് ഉണ്ട്. ഒരു 12 വർഷത്തോളം അവനത് അടച്ചിട്ടു. എനിക്ക് എങ്ങോട്ടും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മൂടിക്കെട്ടേണ്ട ഒരവസ്ഥ വന്നു. ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ഇത് 32ാമത്തെ വയസ്സിൽ എൻ്റെ മോന് 1.25 വയസ്സാണ്. അപ്പോഴാണ് ഞാൻ വേണ്ടാന്ന് വെക്കുന്നത്. ഒരു വർഷം നാട്ടിൽ വാടകയ്ക്ക് നിന്നു. അന്ന് എനിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു, ബ്യൂട്ടീഷ്യനായിരുന്നു. 12 വർഷത്തോളം ഞാൻ ബ്യൂട്ടീഷ്യനായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു കൊല്ലം നിന്നപ്പോഴും പിന്നെ അവിടുന്ന് ഞാൻ ഒറ്റപ്പെട്ടു. കാരണം അത് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയില്ല, എന്നെ അറിയുന്നവർക്ക് അറിയാം. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ഒളിച്ചോട്ടം പോലെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് ഞാൻ വരുന്നത്. ഞാൻ ഇവിടെയാണെന്ന് ഒരാളോടും പറഞ്ഞില്ല. അപ്പം എനിക്കെന്തോ ദൈവം തരുന്നത് പോലെ എൻ്റെ ഒരു ആ ചെറിയൊരു കഴിവിന്
ഞാൻ പറയും ഇപ്പം നാലാൾ കാണുമ്പോൾ ഓ ഇന്ന സീരിയൽ അഭിനയിച്ച ആളല്ലേ ഇന്ന സീരിയൽ. അങ്ങനെ എനിക്കൊരു ഭദ്ര എന്ന് പറയുന്ന സീരിയലിൽ ഒരു അവസരം കിട്ടി. പിന്നെ എൻ്റെ ഭാഗ്യം എന്ന് പറയാം, 22 സീരിയൽ ഇത് 23ാമത്തെ സീരിയൽ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മക്കളെയും കൊണ്ട് ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി. ഞാൻ അതിലഭിമാനിക്കുന്നു. എൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരിക്കലും നടന്നിട്ടില്ല. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നും ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ഇത്രയും നാൾ ഞാൻ കൊടുത്ത ഒരു കരുതലാവാം, ആ സ്നേഹമാവാം ഇന്ന് ഏട്ടനെ വിവാഹത്തിലേക്ക് എത്തിച്ചത്. പക്ഷെ നേരെ മറിച്ച് മക്കൾ പറയും, ഒരുപാട് ആൾക്കാർ ഉപദേശിക്കാനുണ്ടാവും. അറിയാലോ, പുറമേയുള്ള ഒരാൾ വരുമ്പം സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്തിലെ കൂടെ നമ്മൾ പോകുന്നു. അപ്പോൾ അറിയാം പെരുന്നാൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഒരാൾ പോലും ഏട്ടനെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. നല്ലൊരു അച്ഛനായിരിക്കും, നല്ലൊരു ഭർത്താവായിരിക്കും, നിനക്ക് കിട്ടുന്ന ഭാഗ്യമാണ്, നിൻ്റെ ലക്കാണ്, നിൻ്റെ മക്കളുടെ ലക്കാണ്, നീ ഇത്രയും നാൾ അനുഭവിച്ചതിന് ദൈവം തരുന്ന ഒരു സമ്മാനം പോലെ നീ അത്രയും സ്നേഹിച്ച് ജീവിക്കണം, മക്കൾക്ക് നല്ലൊരു അച്ഛനെ കിട്ടും, നിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറുന്നുണ്ട്. സത്യമാണത്. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ മക്കൾക്ക് അപ്പാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാവുമോ എന്നുവെച്ചാൽ, സാധാരണ ഒരാൾ ജീവിതത്തിലേക്ക് കയറി വരുമ്പം ഇത്രയും നാൾ എൻ്റെ കൂടെ ഞാൻ ചേർത്ത് വെച്ച മക്കൾ നമ്മൾ 3 ആളും മാത്രമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കയറി വരുമ്പം ആ ഒരു സ്നേഹം അവിടെ വിട്ടു പോകുമെന്നൊക്കെ പേടിയുണ്ടാവും. പക്ഷെ ഒന്നും അല്ലാണ്ട് എൻ്റെ മോള് പെട്ടെന്ന് പറഞ്ഞത് അമ്മ കല്യാണത്തിന് സമ്മതിക്കുന്നതാണ്. അത് സമ്മതിക്കുമെന്ന് പറയാൻ കാരണം അവൾക്കറിയാം അമ്മ എത്രമാത്രം ആൾക്കാർ എത്രമാത്രം കുത്തുന്നുണ്ട്, അമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് ഒരു ലൈഫിലേക്ക് അവളും എന്നെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ മോനായാലും ഇപ്പൊ അവനും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടുമ്പോ എനിക്ക് ഞാൻ തന്നെ അത് ചോദിച്ചു, പറഞ്ഞോ ഇങ്ങനെ. അപ്പൊ അവനും ലൈഫ് കണ്ടോണ്ടിരിക്കല്ലേ, ഓരോരോ പ്രശ്നങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ എൻ്റെ മക്കൾക്ക് ഇങ്ങനൊരു എന്നെയും എൻ്റെ ഞാൻ അങ്ങോട്ടേക്കാണ് പറയേണ്ടത്, ഇങ്ങനൊരു ലൈഫ് തന്നതിന് ആദ്യം സമ്മതിച്ചു വെച്ചോടും. അറിയില്ലല്ലോ ഇങ്ങനെ 2 മക്കളിൽ ഒരു അമ്മേനെ വേണമെന്ന് ആരും പറയില്ല. പറയോ? ഇല്ല. പറഞ്ഞാൽ തന്നെയും പറയാം മക്കളുണ്ടെ കെട്ടാം, പക്ഷെ മക്കളെ വേറെ നിർത്തണം, എനിക്ക് അവളെ വേണം കൊണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരേ ഉള്ളൂ. പക്ഷെ ഏട്ടനോട് ഏട്ടനിങ്ങനെ കാര്യം പറഞ്ഞപ്പോഴും ഏട്ടൻ്റെ അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴും അമ്മയായിട്ട് ഞാൻ ഏട്ടനറിയാതെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എൻ്റെ കണ്ണെന്ന് വിളിക്കാം, എൻ്റെ കണ്ണിന് 2 മക്കളെ തന്നില്ലേ നീ. അത് തന്നെ എത്രയോ വലിയ ഭാഗ്യല്ലേ. ഏട്ടനും പറയുന്നത് എനിക്ക് 2 മക്കളെ തന്നില്ല, അപ്പാന്ന് വിളിക്കാൻ 2 മക്കളെ തന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചു മക്കൾ അംഗീകരിക്കൂല, അപ്പാന്ന് വിളിക്കാനൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ എന്താ വിളിക്കേണ്ടതൊക്കെ. മോള് കുറച്ച് വലുതായതുകൊണ്ട് ആദ്യം ഇങ്ങനെ പറയില്ല, പ്ലസ് 2 കഴിഞ്ഞു, ബുദ്ധിമുട്ടല്ലേ, എങ്ങനെ പെട്ടെന്ന് ഒരാളെ എങ്ങനെ അംഗീകരിക്കും. പക്ഷെ അറിയില്ല, എനിക്ക് അപ്പാ തന്നെയാണ് വിളിക്കുന്നത്. അവള് വിളിക്കും, മെസ്സേജ് വിടും, മോനായാലും അങ്ങനെ തന്നെ. അപ്പൊ ഇപ്പൊ മോൻ എല്ലാരോടും പറയുന്നത് എന്താ അറിയാം, എനിക്ക് അമ്മേനെക്കാളും ഒരു പിടി എനിക്ക് അപ്പാനോടാണ് സ്നേഹം. അപ്പൊ നല്ല സ്നേഹമാണ്. ഇങ്ങനെ അവൻ വലിയ ആളെ സംസാരമാണ്. മോള് പിന്നെയും കുറച്ചൊരു പതുക്കെ സംസാരിക്കും. മോള് 2 മക്കളും അംഗീകരിച്ചു. എൻ്റെ മക്കളെ എന്നെയും ഏട്ടൻ്റെ വീട്ടുകാരും സ്വന്തം മരുമോളായിട്ടല്ല, എൻ്റെ മോളെ പോലെയാണ്. സ്വന്തം ഏട്ടൻ്റെ പോലെ പറയാൻ പാടില്ല, ഭയങ്കര അടിപൊളി ഇതൊന്നും പറഞ്ഞു. മോളെ തന്നെയാണ് ഇവിടുത്തെ അമ്മക്കും അപ്പാക്കും. അല്ല പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പാരിസൺ പോലെ ഇല്ല. എനിക്ക് നീ ഭാര്യയെ പോലെ എന്ന് പറയുന്നത് നീ എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നൊരു വ്യത്യാസം. ശരിയാ. മക്കളെ പോലെ എന്ന് പറയുന്നത് എൻ്റെ മക്കളാണെന്ന് പറയുന്നത്. അതെ. അതേപോലെ തന്നെ ഈ മാരേജുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു സെന്റൻസ് എന്ന് പറയുന്നത്, മറ്റൊരാളുടെ കുറ്റവും കുറവുകളും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനവും കൂടിയാണ് ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു മാരേജ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊരു മ്യൂച്വൽ റെസ്പെക്റ്റിന്റെയും കൂടെ ഒരു എലമെന്റ് ഉണ്ട്. അത് രണ്ടുപേരും റെസ്പെക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സ്നേഹമില്ല. ബിക്കോസ് another side or other side of the coin called respect is love. നമുക്ക് അച്ഛനോടും അമ്മയോടും തോന്നുന്ന റെസ്പെക്റ്റാണ് അത് സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് ടീച്ചേഴ്സിനോടുള്ള റെസ്പെക്റ്റാണ്, അവർ നമുക്ക് തന്ന വിദ്യയ്ക്കുള്ള ആദരവാണ് അത് സ്നേഹമായിട്ട് മാറുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമ്മളെ പാർട്ട്ണറിനെ റെസ്പെക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, ഒരു വസ്തുവായിട്ട് കാണുന്ന ഒരാൾക്കും സ്നേഹിക്കാൻ പറ്റില്ല.
എവിടെയെല്ലാം മാരേജ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, എവിടെയെല്ലാം റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ചേട്ടനും അനിയനും തമ്മിൽ പ്രോപ്പർട്ടി മിസ്റ്റേക്സ് ഡിസ്പ്യൂട്ട്സ് വരുന്നു, അവിടെയൊന്നും റെസ്പെക്റ്റ് ഇല്ല. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് അച്ഛൻ്റെ സഹോദരന്മാർ റെസ്പെക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളും അങ്ങനെ ചെയ്യണം എന്ന് ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വേർച്യൂ ആണ് എൻ്റെ മനസ്സിനകത്ത് അച്ഛൻ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യുക, ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ദേ ആർ ഡൂയിങ് ഗുഡ് ഫോർ യു. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. ഇപ്പം അതുപോലെ തന്നെ ഈ അപ്പ എന്ന് വിളിക്കുന്ന കാര്യം പറഞ്ഞു, ഒരു റെസ്പെക്റ്റ് ആണ്. ആ ഒരു പേരിന് നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ 2021 ഒക്ടോബർ 7-ാം തീയതി ഞാനൊരു ക്ലാസ് എടുക്കുമ്പം എനിക്കുണ്ടായ ഒരു ലോസ്. അപ്പോൾ ആ ലോസും ഷോക്കും അതെല്ലാം അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന 4 കുട്ടികൾ എന്നെ അപ്പ എന്ന് വിളിച്ചു. അതിൽ ഒരു കുട്ടി എന്നെ കുറേ കാലം അപ്പ എന്ന് വിളിച്ചു. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എൻ്റെ മകൾ എന്ന് പറയുന്നത് ആ ഒരു കുട്ടിയാണ്. എൻ്റെ വൺ ഓഫ് ദി ബ്രൈറ്റ് സ്റ്റുഡൻസ് റേഡിയോ ജോക്ക് ആവണമെന്ന് ആഗ്രഹിച്ചു. ഐ റിയലി റെസ്പെക്ട് ദാറ്റ്. ഒരു ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞപ്പം എനിക്കെല്ലാം തനിയെ പറ്റും എന്ന് തോന്നിയ സമയത്ത് എവിടെയോ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പ്രോബബ്ലി അപ്പാന്ന് വിളിക്കാതെയായി ആൻഡ് മൂവ്ഡ് ഓൺ. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ എവിടെയെല്ലാവോ തപ്പിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മകളുടെ കൂടെ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് വളരെ മോശമായിട്ട്, അതായത് മകളുടെ പെർമിഷൻ വാങ്ങിച്ചില്ല, അഹങ്കാരിയായ കൃഷ്ണനൊക്കെ പറഞ്ഞ എന്തോ പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ അടുത്ത് അത് നിർത്താൻ പറയണം എന്ന് ഇന്ന് എന്നെ വിളിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വിളിക്കുന്നത്, അതൊന്ന് നിർത്താൻ പറയണം. ഞാൻ പറഞ്ഞു, ഈ സോഷ്യൽ മീഡിയയുടെ വാ മൂടി കെട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് ഞാനെന്നല്ല, ശശി തരൂരെന്നല്ല, ഇനിയിപ്പോൾ മദർ തെരേസ ആണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും പറയാം. എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ പോലെ എന്ന് പറയുന്ന ആ സാധനത്തിനേക്കാൾ അച്ഛനെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പ എന്ന് വിളിച്ച ആ ഒരു പേരിൽ നിന്നും എൻ്റെ മക്കൾ എന്നെ അപ്പ എന്ന് വിളിക്കുമ്പം അവിടെ അച്ഛനെ പോലെയല്ല, എനിക്കെൻ്റെ അപ്പയാണ് എന്ന് ദേവ പറയുമ്പോൾ, മോൻ പറയുമ്പോഴോ അല്ലെങ്കിൽ കഴിച്ചോ അപ്പ എന്ന് എൻ്റെ മോൾ എന്നോട് ചോദിക്കുമ്പോഴോ ഐ ടേക്ക് പ്രൈഡ് ഇൻ ദാറ്റ് മൊമെൻറ്റ്. അത് എനിക്കുള്ള അഭിമാനമാണ്. അത് സ്വകാര്യ അഹങ്കാരമെന്നോ അഭിമാനമെന്നോ എന്തും പറയാം. അത് എനിക്ക് കുഞ്ഞുമോൾ തന്നൊരു റെസ്പെക്റ്റാണ്. ആ റെസ്പെക്റ്റിൻ്റെ പേരാണ് സ്നേഹം. ആൻഡ് ഐ ഡു റെസ്പെക്ട് ഹർ. ദിവ്യ, ഇതൊക്കെ പറയുന്ന ഒരു ക്രിസ് ഉണ്ട്. ഈ ക്രിസിന് ഇപ്പോൾ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്, അഡ്വക്കേറ്റ് ആണ്, പഠിക്കാത്ത പരിപാടികളില്ല, എൻജിനീയറിങ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഓരോ വിഷയങ്ങൾ പഠിച്ചതിൻ്റെ ഒരു ഡെപ്തൊക്കെ ഉണ്ടാവും സംസാരത്തിൽ. പക്ഷേ എങ്കിലും ഇതൊന്നും പ്രൊഫൈൽ നോക്കി കണ്ടുപിടിച്ചിട്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ആകത്തുകയായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവും. ആദ്യം ആകർഷിച്ച ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു ബിഹേവിയർ ആണോ? അതെ, തീർച്ചയായിട്ടും. അത് ഏട്ടൻ സംസാര രീതിയില്ലേ, അതെ, ഇതിലും ഇത് ഇപ്പൊ കുറച്ച് സ്പീഡ് ഉണ്ട്. അപ്പൊ അന്ന് ഇങ്ങനെ ഒഴുകി ഉള്ള ഒരു വർത്താനം, കുഞ്ഞേന്ന് വിളിച്ചിട്ടുള്ള എല്ലാരെയും മക്കളായിട്ടാണ് കുഞ്ഞേന്ന് തന്നെയാണ് എല്ലാരെയും വിളിക്കുക. അപ്പൊ ഞാൻ അവിടെ പോയപ്പോൾ ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ, പക്ഷെ നമുക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നും. അത് പ്രേമമല്ല, അതല്ല, എന്തോ ഒരു ഇഷ്ടം തോന്നും. അപ്പം നമുക്ക് കുറച്ച് സമയം അവിടെ ഇരിക്കണം, ആ വ്യക്തിനെ കുറിച്ച് അറിയണം. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി, നമ്മൾ മൊത്തം റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഏട്ടനെ കുറിച്ച് അറിയണമെന്ന് സൗമിച്ച് ഉണ്ടായതുകൊണ്ട് ഞാൻ സൗമിച്ചോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഏട്ടനെക്കുറിച്ച് കുറച്ച് ഞാൻ അറിയുന്നത്. അപ്പം പറഞ്ഞു ലൈഫിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലെ കാര്യം പറഞ്ഞില്ല. അപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോഴെനിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു. പക്ഷെ അതെങ്ങനെയോ എന്തോ അറിഞ്ഞ മാതിരി എൻ്റെ അടുത്ത് ഇങ്ങനെ സൗമ്യ ചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ പ്രപ്പോസൽ വന്ന് ചോദിച്ചത്, ദിവ്യക്ക് ഹസ്ബൻഡ് ഇല്ലല്ലോ, ഒറ്റപ്പെട്ട് നിൽക്കല്ലേ, ഏട്ടൻ്റെ ഭാര്യയായിട്ട് വരാൻ പറ്റുമെന്നൊക്കെ. ഞാൻ ആകെ ഷോക്ക് അടിച്ചു. അയ്യോ ഭഗവാനെ, 18ാമത്തെ വയസ്സിൽ ഒളിച്ചോടിപ്പോയ ഞാൻ വിദ്യാഭ്യാസം മൊത്തം. ഈ ഒളിച്ചോടി എന്ന വാക്ക് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാം. നമ്മുടെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചത് അല്ല, അങ്ങനെയല്ല ഇഷ്ടപ്രകാരം സാഹചര്യങ്ങളല്ല അങ്ങനെ അല്ല, ആ വാക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം എന്ന് വിചാരിച്ചു. അതിലൊരാളാണ് ഞാൻ. ഇഷ്ടപ്രകാരം എന്ന് പറയാൻ പറ്റൂലേ, പൂർണ്ണ ഇഷ്ടം. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും അവസ്ഥകളും ആയിരിക്കാം ഒരു പെണ്ണിനെ മറ്റൊരു ലൈഫിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒളിച്ചോട്ടം തന്നെ എസ്കേപ്പേഡ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. ഈ എസ്കേപ്പേഡ് എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള എസ്കേപ്പാണ് സൂയിസൈഡ്. ഒറ്റപ്പെടലുള്ള പല ആൾക്കാർക്കും തോന്നുന്ന
ഇപ്പോൾ സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടിയിട്ട് പല അവയർനെസ് ആൾക്കാർ നടത്താറുണ്ട്. മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിട്ട് ഞങ്ങളും അതെല്ലാം ക്യാമ്പയിൻ ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരാളെ വിളിച്ച് സംസാരിക്കൂ, ജസ്റ്റ് ടോക്ക് ടു എ പേഴ്സൺ, കൗൺസിലർ വേണമെന്നില്ല, ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കൂ എന്നെല്ലാം ബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ട്രൈ. ആ ഒറ്റപ്പെടലിൽ നിന്ന് ഒരു എസ്കേപ്പ് ചെയ്ത് അതായിരിക്കാം അന്ന്. അല്ല അതെന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ചു വരുന്ന ഇതെല്ലാം നമ്മളിപ്പം മറ്റുള്ളവർ കുറച്ച് വാഗ്ദാനങ്ങൾ, ഒരു പെണ്ണിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, വാഗ്ദാനത്തിൽ വേഗം വീണ് പോകുന്ന എന്താ നമ്മളെ സാഹചര്യം തന്നെയാണ്. അത് അങ്ങനെയാണ് ഞാൻ ആ വിളിച്ചോട് തന്നെയാണ് അറിയാണ്ട് ഞാൻ പോയത് തന്നെയല്ലേ, വിളിച്ചോടി പോയത് തന്നെയല്ലേ, ഒരു സമ്മതത്തോടുകൂടി പോയതൊന്നും അല്ലല്ലോ. ആ വാഗ്ദാനത്തിൽ ഞാൻ വീണു. പക്ഷെ ഈ കല്യാണത്തിന് വന്നപ്പോൾ നമ്മൾ സമ്മതം വാങ്ങിച്ച് തന്നെ മുന്നോട്ട് പോകണം. അത് കാരണം അതിനനുഭവിച്ച ഒറ്റപ്പെടൽ തന്നെയാണ് അത്. ഇനി എനിക്ക് ഒറ്റപ്പെടാൻ പറ്റൂല. ഇനി ഒറ്റപ്പെടുന്നത് അങ്ങേക്ക് പോയ മാത്രം. സത്യം ഞാൻ അങ്ങനെ ചിന്തിച്ച് ഒരുപാട് നാൾ ചിന്തിച്ചൊരു വ്യക്തിയാണ്. നമ്മുടെ ഏട്ടനെ പരിചയപ്പെടുന്നൊരു 3 മാസം മുമ്പേ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കരഞ്ഞ് ഞാൻ അത്രയും ഞാൻ വിഷമിച്ചിരുന്ന ദിവസങ്ങളുണ്ട്. മരിക്കാൻ വേണ്ടി ഞാൻ സാരി കെട്ടിയിട്ടുണ്ട് മക്കളെ ഞാൻ വിട്ടിട്ട്. അപ്പോഴും ഞാൻ ബെഡിന് മുകളിൽ കയറി വെക്കുമ്പോഴും ഞാൻ എൻ്റെ ഇളയ കുഞ്ഞിനെ ഞാൻ ഓർത്തു. അവൻ 1.25 വയസ്സാകുമ്പോഴാണ് ഞാൻ വരുന്നത്. പിന്നെ മോള് ഭാവി എന്തിക്കും എനിക്കറിയാം, അവർ എൻ്റെ കൂടെ ആണെങ്കിൽ സേഫാണ്, എനിക്കറിയാവൻ. അപ്പോഴും ഞാനത് പിന്നെയും വിട്ടു. അപ്പോൾ എല്ലാവരും ഈ കുറ്റപ്പെടുത്തുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്തിക്കേണ്ടി വന്നത്. പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ കൈമുറിച്ചിട്ടുണ്ട്, ഞാൻ ഗുളിക കഴിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ജീവിക്കണം മക്കൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഒരു ലൈഫ് വരുന്നുണ്ട് എന്ന് ദൈവം എൻ്റെ തലയിൽ വരച്ചത് കൊണ്ടാവാം ഞാൻ ഇപ്പോഴും ഇന്നിങ്ങനെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ എനിക്ക് ഇതൊക്കെ എൻ്റെ സ്വപ്നമാണ്, ഇതൊക്കെ എൻ്റെ സ്വപ്നമാണ്, അതൊക്കെ യാഥാർത്ഥ്യമാക്കി തന്നു. സത്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു രജിസ്റ്റർ ചെയ്തിട്ടില്ല, രേഖകളില്ല, ഒന്നുമില്ല, എൻ്റെ കുട്ടികളും മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, എനിക്ക് എൻ്റെ വീട്ടുകാരറിയണം, 4 ആളറിയാം എനിക്ക് താലി കെട്ടിയിട്ട് ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയണം. മക്കൾ സേഫ് ആവണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മക്കൾ സേഫ് ആവണം. നമ്മളെ ലൈഫ് ഏകദേശം അറിയില്ല, ഇത്രയും 40 വയസ്സ് വരെ ജീവിച്ചു, ഇനി എനിക്ക് ദൈവം 40 വയസ്സ് വരെ തരുമോ? ഇന്ന് എത്തപ്പോൾ തന്നു അല്ലേ? ഇനി ഒരിക്കലും എനിക്ക് 40 വയസ്സ് തരൂലല്ലോ, ദൈവം തരില്ല, ഒരിക്കലും തരില്ല. എന്ത് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ, ദിവ്യ പറഞ്ഞ ഒരു സെന്റൻസ് കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ നഷ്ടപ്പെട്ട 12 വർഷങ്ങളെ നമ്മൾ തിരിച്ചു പിടിക്കണം, ഇനി മുമ്പോട്ട് ജീവിക്കണം എന്ന് പറയുന്ന, ജീവിതം എന്ന് പറയുമ്പോൾ കോട്ടിങ്സ് ആണ്, ജീവിക്കണം എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. അത് ഭയങ്കര കാച്ചിങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, ജീവിക്കണം. അത് ശരിയല്ലേ? എനിക്ക് അത്രയും 14 വർഷം മാത്രമല്ല, ഇപ്പോഴാ 8 വർഷം ദിവസം, ഇത്രയും വർഷങ്ങളാണ് എൻ്റെ പോയത്. അതിൻ്റെ ഇടയിൽ പ്രപ്പോസൽ വന്നിട്ടില്ല എന്നല്ല, വന്നു, പക്ഷെ അതൊന്നും എനിക്ക് ശാശ്വതമായിരുന്നില്ല. അവരാവശ്യങ്ങൾക്ക് വേണ്ടിയും, ചിലപ്പോൾ ആർട്ടിസ്റ്റ് അല്ലേ, പൈസക്ക് വേണ്ടി, അങ്ങനെയൊക്കെ അവരൊന്നും ഒരിക്കലും എനിക്ക് എൻ്റെ മക്കളെ അച്ഛൻ, ഇതെൻ്റെ ഭർത്താവ് എന്ന് പറയാൻ എനിക്ക് പറ്റൂല, ഒരിക്കലും പറ്റൂല. പക്ഷെ എനിക്ക് സമൂഹത്തിന് മുന്നിൽ ഇതാണ് എൻ്റെ ഭർത്താവ്, ഞാൻ എൻ്റെ മക്കൾക്ക് അപ്പയെ കിട്ടി, അപ്പയാണിത് എന്ന് പറയാൻ എനിക്ക് പറ്റണം. എൻ്റെ വീട്ടുകാർക്കായാലും നാളെ എൻ്റെ മോള് കല്യാണം കഴിക്കുമ്പോൾ കൂടെ ഉള്ളത് ആര് എന്ന് പറയുമ്പോൾ അയ്യോ അത് തപ്പരുത് ഒരിക്കലും. അത് എനിക്ക് ഉറക്കെ തന്നെ പറയാൻ പറ്റണം, എൻ്റെ മക്കൾ അച്ഛനാണ്, ഇതെൻ്റെ ഭർത്താവാണ് എന്ന് പറയാൻ പറ്റണം അല്ലേ? അല്ലാണ്ട് ഇപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ കല്യാണം കഴിക്കുന്നത്, ലിവിങ് ടുഗദറായിട്ട് നിന്നാൽ പോരെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതിലെന്താ കാര്യമുള്ള, അതിലെന്താ ഒരു കാര്യമുള്ള? ആവശ്യം കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അല്ലേ? അവരാവശ്യങ്ങൾ കഴിഞ്ഞു, ഓക്കെ, ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കാം, ഇഷ്ടമില്ലെങ്കിൽ പോകാം. അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എൻ്റെ മനസ്സിൽ അല്ല, ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇതാകുമ്പോൾ നമുക്കൊരു നമ്മളെ ഒരു ഐഡൻറ്റിറ്റിയാണ്, എൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ്. ഇനി ഡിവോഴ്സ് ആരും ഇല്ലെങ്കിലും അത് പറയാൻ പറ്റും, എൻ്റെ ഭർത്താവാണ്. മറ്റേത് എനിക്ക് ഒരിക്കലും എന്താ പറയുക, ശരിക്കും മലത്ത് പറഞ്ഞാൽ ഞാൻ കുറേ നാളും കൂടെ കിടക്കും, ഇതേ പറയാൻ പറ്റുള്ളൂ, കൂടെ ജീവിച്ചതേ. ദിവ്യ പറയുന്ന ഈ ഡിസ്കഷൻ തുടരേണ്ടതുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഒരുപക്ഷെ ഒരു സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലെ ഹിപ്നോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് ദിവ്യക്ക് സമാധാനം കൊടുക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അതായിരിക്കാം. പക്ഷെ നിങ്ങൾ പഠിച്ച ഏരിയാസ് എന്നൊക്കെ പറയുന്നതോ അല്ലെങ്കിൽ പോയ വഴികൾ എന്നൊക്കെ പറയുന്നത് ചില അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ മാനേജ്മെൻറ്റ് പഠിക്കുന്നു, എൻജിനീയറിംഗ് പഠിക്കുന്നു, എന്നിട്ട് സിനിമ പഠിക്കുന്നു,
അപ്പോൾ പിന്നെ വോയിസ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു, ഡബ്ബിങ് ചെയ്യുന്നു, ഇങ്ങനെ പല ഏരിയയിൽ പോയി കൈവയ്ക്കുന്നു, എന്നിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് അറിയപ്പെടാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള തുടർച്ചയും കൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നതിന് കുറച്ചുകൂടെ അഡ്വക്കസി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആവണം, അതിന് സഹായിക്കാനെന്ന് തോന്നിയിട്ടൊക്കെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അറിഞ്ഞൂടാ. ഒരു ചെറിയ ഡിഫറൻസ് കൂടെ. ഈ നാട്ടിൽ ഇപ്പോൾ എറണാകുളം എന്ന നാട്ടിൽ കുറച്ചു കാലം മുന്നേ ജീവിച്ച ആൾക്കാർക്ക് ലോ കൃഷ്ണയ്യർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ വക്കീലായി, കൊച്ചിയുടെ ആദ്യത്തെ മേയറായി, AK ശേഷാദ്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതിനുശേഷം എൻ്റെ ഫാമിലിയിൽ ആരും ലോയർ ആയില്ല.